ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു അടിപൊളി ഫോണിൻ്റെ റിവ്യൂസും അത് അൺബോക്സിംഗ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഫോണിൽ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഈ ഫോൺ വാങ്ങിയത് നമ്മുടെ പഴയങ്ങാടി തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. മൊബൈൽ സെൻറ്റർ സ്മാർട്ട് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ബസ് സ്റ്റാൻഡ് തന്നെയാണ്. എന്താണ് ദർശന ഓപ്റ്റിക്കൽസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു കടയാണ്. അപ്പം എല്ലാവർക്കും അറിയുണ്ടാവും, സ്റ്റാൻഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫോൺ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ ഫോൺ കേട്ടോ, വിവോ Y21T ആണ്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് വിവോയുടെ ഫോണിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങി. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ, അവർ തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ഫോണിന് അവർ തന്നെ കടയിൽ നിന്ന് തന്നെ സ്പോട്ടിൽ നമുക്ക് സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊരു നല്ലൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് 16,500 ഇതിന് ഓൺലൈൻ പ്രൈസ് വന്നിട്ട് നല്ല റേറ്റ് ഉണ്ടാവും, 17 സംതിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 19,900 ഇതിൻ്റെ MRP റേറ്റ് ഇത് ഇവിടെ കാണിക്കുന്നത്. 128 GB ആണ്, 4 GB ആണ് ഫോണ്. പേൾ വൈറ്റ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ഫോണ്. ബാക്ക് വൈസ് നോക്കും പേൾ വൈറ്റ് ആണ്. എനിക്കിതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂസ് ആയിട്ടൊന്നും പറയാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വേറെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. 2 സിം ഇടാം. അപ്പോൾ ഒരു മെമ്മറി കാർഡ്, അപ്പോൾ എല്ലാ ഫോണിലും ഉണ്ടാകുന്ന അതേ ഒരു ഇത് തന്നെയാണ് അതിലുള്ളത്. 19,900 ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ ഫോൺ വന്നിട്ട് നല്ലൊരു ഒതുങ്ങിയ ടൈപ്പ് നല്ല അടിപൊളി ഫോണാണ്. എനിക്ക് കൂടുതലായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കമ്പനി തന്നെയാണ് വിവോയുടെ കമ്പനി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി റിവ്യൂസ് ഞാൻ ഓൺലൈനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു കേസ് കൊടുക്കുന്നുണ്ട് അവർ. ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല അടിപൊളി ഫോൺ കേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ വാറണ്ടി കാർഡാണ്. അപ്പോൾ ഇതിൽ വാങ്ങിയ ഡേറ്റൊക്കെ വെച്ചിട്ട് ഒരു വാറണ്ടിക്ക് എഴുതിയിട്ടുണ്ട്. കൂടെ എൻ്റെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫോൺ കേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സൂപ്പർ വൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫോൺ കേസാണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഫോൺ കേസാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഫോണിന് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷനാണ് എന്നെ സംബന്ധിച്ച് വേണ്ടത്. കാരണം എൻ്റെ ഫോണിന് ഒത്തിരി ഞാൻ അവിടെ ഇവിടെയും വെച്ചിട്ട് തന്നെ ഒത്തിരി കല വീണിട്ടുണ്ട്. കല എന്ന് പറയുന്നത് പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ കേസ് എനിക്ക് വളരെയധികം ഉപകാരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കിനി അടുത്തതായിട്ട് ഫോൺ നോക്കാം. അപ്പോൾ ഫോൺ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അടിപൊളി ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് ലോക്കിൻ്റെ ഓപ്ഷൻ വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നല്ല അടിപൊളി ക്യാമറ ആണ് കേട്ടോ. നല്ല അടിപൊളി തീമാണ് വിവോയുടെ ഈ ഒരു ഫോണിന് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സൈഡിലായിട്ട് തന്നെയാണ് സിം, അതുപോലെ തന്നെ മെമ്മറി കാർഡൊക്കെ എല്ലാവരും സ്പോട്ട്. അപ്പം ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ആ ഓണാക്കി നോക്കുന്ന സമയം കൊണ്ട് ബാക്കി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ കീബോർഡ് ചാർജറാണ്. വേറെ കൂടുതലായിട്ടൊന്നും കാര്യങ്ങളായിട്ടൊന്നുമില്ല. കീബോർഡ് ചാർജർ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്ലഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ഫോണിനും ഉണ്ടാവുന്ന ആ ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് അല്ല കേട്ടോ ഹെഡ്സെറ്റ്, അവർ സെപ്പറേറ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ക്രീൻ കാർഡും അവർ സെപ്പറേറ്റ് എനിക്ക് ഫിക്സ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് അല്ല അത്. അപ്പോൾ അങ്ങനെ എല്ലാ ഫങ്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒത്തിരി ആപ്പ് ഉണ്ട് കേട്ടോ. ഓൾറെഡി ഇതിൽ ഒത്തിരി ആപ്പ് ഉണ്ട്. ബൈജൂസ് ആപ്പ് ഉണ്ട്, ജോഷ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് വേണ്ടാത്ത കുറേ ആപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം വെച്ചാൽ മതി എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റ്
വൈദ്യുതി അതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയത് ക്യാമറയുടെ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിലൊത്തിരി ഫങ്ഷൻസ് ഇനിയും നോക്കി വെക്കാനുണ്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെൽഫിയൊക്കെ എടുത്ത് നോക്കി, നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് അത് തന്നെയായിരുന്നു, ക്യാമറ ക്വാളിറ്റി ആയിരുന്നു വേണ്ടത്. അപ്പോൾ എനിവേ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോയുടെ ഈ ഒരു പ്രൊഡക്റ്റ് വിവോ Y21T എന്ന് പറഞ്ഞില്ല ഞാനിപ്പോൾ വാങ്ങിയ പ്രൊഡക്റ്റ് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഞാൻ ഹെഡ്സെറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് ആയാലും നെക്ക് ബാൻഡ് ആയാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിവേ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു മൊബൈൽ സെൻറ്റർ സ്മാർട്ട് സ്റ്റോർ പഴയങ്ങാടി. അവരെനിക്ക് ഈ ഹെഡ്സെറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് സ്ക്രീൻ കാർഡൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. മൊബൈൽ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വെച്ചിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.